വാക്കുകൾ സൂക്ഷിക്കണം എന്ന ആളുകൾ പറയുന്നത് പലപ്പോഴും എന്തുകൊണ്ടിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. വാക്കുകൾ കടലിലേക്ക് എറിയുന്ന കല്ല് പോലെയാണ് എന്ന് വേണം പറയാനായിട്ട്. ഹേർട്ടിംഗ് someone can be as simple as throwing a stone into the sea, but you never know how deep that stone can go. നമ്മുടെ വാക്കുകൾ കടലിലേക്ക് എറിയുന്ന കല്ല് പോലെയാണ്. ഒരിക്കൽ ഒരാൾ ഒരു കടലിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു. എവിടെ പോയി മറിഞ്ഞോ, അല്ലെങ്കിൽ എത്ര ശബ്ദത്തിൽ അത് താഴേക്ക് പോയി, എത്ര ആഴത്തിലേക്ക് പോയി എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലെയാണ് നമ്മുടെ വാക്കുകളുടെ സ്വഭാവം. നമ്മൾ ആലോചനയില്ലാതെ പുറത്തുവിടുന്ന ഒരു തമാശ, അല്ലെങ്കിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന ചില കമൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ചില ടോൺ, അല്ലെങ്കിൽ നമ്മുടെ ചില ബോഡി ലാംഗ്വേജ് വളരെ വേഗത്തിൽ നമ്മൾ മറക്കും. പക്ഷെ അത് കേട്ട വ്യക്തി എത്ര ആഴത്തിലാണ് അത് സൂക്ഷിക്കുന്നത്, എത്ര ആഴത്തിലാണ് ആ കല്ലുകൾ പതിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിലപ്പുറമാകും. സൈക്കോളജിയിൽ ഇതിനെ പറയും ഇമോഷണൽ ഇൻവാലിഡേഷൻ എന്നുള്ളത്. മറ്റൊരാളുടെ വികാരങ്ങളും അനുഭവങ്ങളും വളരെ നിസ്സാരമായി കണ്ടിട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആണോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഒന്നും വേണ്ട, നീ ഇത്ര ഡ്രാമ ക്വീൻ ആണോ, എത്രയൊക്കെ ചിരിച്ചു പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോഴൊക്കെ ലൈഫ് ലോങ് ഇതൊക്കെ ഒരു പെയിനായിട്ട് കൊണ്ടു നടക്കാറുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവാലിഡേഷനായിട്ടുള്ള കമൻസ് പറയാതെ മനസ്സിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാക്കണം എന്നുള്ളതാണ്. അതിനാൽ അടുത്ത തവണ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിർത്തി നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി അവരെ കേൾക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം കടൽ പലപ്പോഴും ശാന്തമാണെന്ന് തോന്നും, പക്ഷേ അകത്തുണ്ടാകുന്ന കൊടുങ്കാറ്റ് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. വാക്കുകൾ എറിയുമ്പോൾ നമ്മൾ എത്രത്തോളം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ശക്തി പകരുന്ന ഒന്നാവട്ടെ.